നിങ്ങളുടെ മക്കളോട് വെറുതെ ഒരു മണിക്കൂർ എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എത്ര പ്രാവശ്യം അപ്പം കയറി വരും, എത്ര പ്രാവശ്യം അമ്മ കയറി വരും? ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ പേര് അവർ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ ഏത് ടോക്കിന് പോകുമ്പോഴും വണ്ടിയിൽ വലിഞ്ഞു കയറാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് എൻ്റെ അപ്പൻ. ഞാനിവിടെ കയറിയിരിക്കാറാ, ഞാൻ അവിടെ പുറകിൽ ഇരുന്നോളാന്ന് പറയും. അപ്പന് ഞാൻ പറയുന്നതും ഞാൻ പറയുമ്പോൾ ആളുകൾ കൈയടിക്കുന്നതും എന്നെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പന് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ മൊത്തം ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കൽ മാത്രമാണ് അപ്പൻ എന്നോട് ജോസഫ് ഐ എം പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെ ഇമോഷണൽ ആയിട്ട് ആ മനുഷ്യൻ പറഞ്ഞത്. അതായത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എൻ്റെ പുസ്തകത്തിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് അപ്പൻ എൻ്റെ കൂടെ വരുന്നത്. അപ്പനെൻ്റെ ചേട്ടനുണ്ട്. ബുക്ക് ലോഞ്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾ വന്ന് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു, എൻ്റെ അപ്പം ഫോട്ടോ എടുക്കുന്നു. എൻ്റെ പുസ്തകം ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഓരോന്നൊക്കെ അപ്പൻ ഇങ്ങനെ ഇത് കാണാം. ദൈവം, എൻ്റെ മകൻ. അന്ന് തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോണ നേരത്ത് ഞാൻ ഫ്രണ്ടിലിരിക്കണു, അപ്പം പുറകിലിരിക്കണു. പുള്ളിങ്ങനെ തോന്നിയിട്ട് ജോസ്പേ ഐ എം പ്രൗഡ് ഓഫ് യു. അതൊരു ഭയങ്കര മൊമെന്റ് ആട്ടോ. നമ്മുടെ അപ്പൻ നമ്മുടെ അമ്മ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഐ എം പ്രൗഡ് ഓഫ് യു അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് അവർ തന്നെയാണ്. നിങ്ങൾ കേട്ടോ ഞാൻ വളരെ മഹാനായ മകനാണെന്ന്. ഇന്നലെ അപ്പനടുത്ത് തല്ലുണ്ടായുള്ളൂ, മനോഹരമായൊരടി. ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയൊക്കെ ചെറിയൊരു മുഖത്ത് നോക്കുമ്പോൾ അപ്പനൊക്കെ എന്തായി, കാരണം ചെറിയ പിണക്കം വന്ന അങ്ങനത്തെ സാധനമുണ്ട്. രാവിലെയൊക്കെ എല്ലായിടത്തില്ലേ. ഇനി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പണ്ടെന്നോ പറഞ്ഞ വീഡിയോയിലൊരു വാചകം ഫോട്ടോ ആക്കി ടാഗ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വാചകം ഞാൻ വായിക്കാം. ഞാൻ തന്നെ പറഞ്ഞ വാചകം കേട്ടോ. എപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർ എതിർക്കുമ്പോൾ പോലും ബഹുമാനിക്കുക. എന്തെന്നാൽ നമ്മുടെ ലൈഫിൽ അവർ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര മൈലേജാണ്. അവസാനിപ്പിക്കുകയാണ്. ഞാൻ അത്ര നല്ല മകനല്ല, പക്ഷേ ഉള്ളിൽ ആ റിഗ്രറ്റ് കിടക്കുന്നുണ്ട്. ഞാനിന്ന് ഏറ്റവും കൊതിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ ചോദിക്കണം എന്താ ഇന്നത്തെ ക്ലാസ്, അല്ല അപ്പൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായി ക്ലാസ്. എനിക്ക് കുറ്റബോധവും സങ്കടം എൻ്റെ കണ്ണെന്ന് നിറയുന്നുണ്ട്. കാരണം അപ്പന് 73 വയസ്സായി. എന്തിനാണ് ഇനി അവരെ തിരുത്താൻ പോയിട്ട്? എന്തിനാണ് മുതിർന്ന ആളുകൾ ഇങ്ങനെ കണ്ട് തിരുത്തേണ്ട കാര്യം? ലഗ്നം ലാസ്റ്റ് ഫേസ് ആണ് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ. നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ മാതാപിതാക്കൾക്ക് മാപ്പ് കൊടുക്കാവുന്നതാണ്.